എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിനായിട്ട് ഇനി കൃത്യം ഒരു മാസമാണ് സമയമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റിവിഷൻ ക്ലാസ്സസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട കുറച്ച് വേർഡ്സുകളാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പാക്കേജ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. GT പേപ്പറിനും ഡിസ്ക്രിപ്റ്റ് പേപ്പറിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള റിവിഷൻ മെറ്റീരിയൽസ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാം ഡേറ്റ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്നത് ഓൾമോസ്റ്റ് 90 എക്സ്പെക്റ്റഡ് എസ്എ ടോപ്പിക്സിന്റെ ഫോർഡർ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാര്യം എസ്എ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പണന്റ് ആണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവിന്റെ ഒബ്ജക്റ്റീവിന്റെ മോക്ക് ടെസ്റ്റുകളുണ്ട്. അതും തീർച്ചയായിട്ടും ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രാക്ടീസിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നമ്മൾ ആദ്യം മുതൽ ലോഞ്ച് ചെയ്ത നമ്മുടെ ഹൈക്കോടതി അസിസ്റ്റന്റ് ഫുൾ കോഴ്സും ഇപ്പോൾ ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ്. പാക്കേജ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാക്കെന്ന് പറയുന്നത് അനൽ എന്ന് പറഞ്ഞ വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ലീഗലി വോയിഡ് ആക്കുക. ഒരു കോൺട്രാക്ട് അനൽ ചെയ്യുക എന്ന് പറയത്തില്ല, അതായത് ആ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ അനൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ക്യാൻസൽ ഓർ മേക്ക് ലീഗലി വോയിഡ്. അതിൻ്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ദേ സോട്ട് ടു അനൽ ദി കോൺട്രാക്ട് ആഫ്റ്റർ ഡിസ്കവറിംഗ് ദ ഹിഡൻ ടേംസ്. അടുത്ത വാക്കായിട്ട് ഇവിടെ കൊടുത്തുള്ളൂ അനക്ഡോട്ട് എന്ന് പറഞ്ഞ വാക്കാണ്. അതും വളരെ കോമൺ ആയിട്ടുള്ളൊരു വാക്കാണ്. അതിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഷോർട്ട് അമ്യൂസിങ് ഓർ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. എ ഷോർട്ട് അമ്യൂസിങ് ഓർ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. കുട്ടിക്കാലത്തെ എന്തെങ്കിലും രസകരമായ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ രസകരമായ സ്റ്റോറീസ് ഒക്കെ നമ്മളൊരു അനക്ഡോട്ട് എന്ന രീതിയിൽ നമ്മൾ ഷെയർ ചെയ്തെന്ന് പറയത്തില്ലേ. എ ഷോർട്ട് അമ്യൂസിങ് ഓർ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഷീ ഷെയർഡ് ആൻ അനക്ഡോട്ട് അബൌട്ട് ഹർ ചൈൽഡ്ഹുഡ് അഡ്വഞ്ചേഴ്സ് ഡ്യൂറിംഗ് ദ റിയൂണിയൻ. അടുത്ത വാക്ക് ആൻറ്റിസിഡൻറ്റ്. ആൻറ്റിസിഡൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം സംതിങ് ദാറ്റ് കെയിം ബിഫോർ. എക്സാമ്പിൾ കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഇൻവെൻഷൻ ഓഫ് ദി ടെലിഫോൺ വാസ് ആൻ ആൻറ്റിസിഡൻറ്റ് ടു ദ മോഡേൺ കമ്മ്യൂണിക്കേഷൻ. അതായത് മോഡേൺ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഈ മൊബൈലും അല്ലെങ്കിൽ ഇന്റർനെറ്റും ഒക്കെ വരുന്നതിന് മുമ്പ് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ടെലിഫോൺ. നാലാമത്തെ വാക്ക് നോക്കി കർട്ടെയിൽ. ടു റെഡ്യൂസ് ഓർ ലിമിറ്റ് സംതിങ്. നമ്മൾ ഒരാളുടെ അധികാരങ്ങൾ കേർട്ടെയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയത്തില്ലേ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഡ്യൂ ടു ബജറ്റ് കട്ട്സ് ദി സ്കൂൾ ഹാഡ് ടു കേർട്ടെയിൽ സം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അതായത് ബജറ്റിന് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ബജറ്റ് കട്ട് ചെയ്തുകൊണ്ടും സ്കൂളിൻ്റെ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കേർട്ടെയിൽ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യേണ്ടി വന്നു. അഞ്ചാമത്തെ വാക്ക് നോക്കി ഡിപ്ലോർ. ഡിപ്ലോർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ടു സ്ട്രോങ്ലി ഡിസപ്രൂവ് ഓഫ് സംതിങ്. ടു സ്ട്രോങ്ലി ഡിസപ്രൂവ് ഓഫ് സംതിങ്. അതായത് ഒരു കാര്യത്തെ വളരെ ശക്തിയായിട്ട് എതിർക്കുക. ടു സ്ട്രോങ്ലി ഡിസപ്രൂവ് ഓഫ് സംതിങ്. എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഡിപ്ലോയ് ദ കമ്പനീസ് ഡിസിഷൻ ടു കട്ട് ജോബ്സ് ഡ്യൂറിംഗ് ഹോളിഡേ സീസൺ. ഡിറൈഡ്. ഡിറൈഡ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക. അതാണ് മെയിനായിട്ട് അതിൻ്റെ അർത്ഥം. ടു മോക്ക് ഓർ റെഡിക്യൂൾ. ടു മോക്ക് ഓർ റെഡിക്യൂൾ. അതായത് കളിയാക്കുക, വളരെ സ്ട്രോങ് ആയിട്ട് കളിയാക്കുക. എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ക്രിറ്റിക്സ് ഡിറൈഡഡ് ദ ഫിലിം ഫോർ ഇറ്റ്സ് പുവർ ആക്ടിങ് ആൻഡ് വീക്ക് പ്ലോട്ട്. ദ ക്രിറ്റിക്സ് ഡിറൈഡഡ് ദ ഫിലിം ഫോർ ഇറ്റ്സ് പുവർ ആക്ടിങ് ആൻഡ് വീക്ക് പ്ലോട്ട്. അതായത് ഒരു സിനിമയെ നല്ല രീതിയിൽ ക്രിറ്റിക്സ് കളിയാക്കി. കാര്യം അതിൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള വീക്ക്നെസ്സുകൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അത് വളരെ മോശമായതുകൊണ്ട് ക്രിറ്റിക്സ് ആ സിനിമയെ നല്ല രീതിയിൽ ഡിറൈഡ് ചെയ്തു, അല്ലെങ്കിൽ കളിയാക്കി, റെഡിക്യൂൾ ചെയ്തു, അല്ലെങ്കിൽ മോക്ക് ചെയ്തു എന്നൊക്കെ പറയത്തില്ലേ. ഇനി നമുക്ക് ഏഴാമത്തെ വാക്ക് നോക്കാം. ഒമിനസ്. ഒമിനസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം സജസ്റ്റിംഗ് സംതിങ് ബാഡ് വിൽ ഹാപ്പൻ. അതായത് എന്തോ മോശമായ ഒരു കാര്യം വരാൻ പോവാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഒരു ഓമിനസ് വാർണിംഗ് എന്നൊക്കെ പറയുന്നത്. അതാണ് സജസ്റ്റിംഗ് സംതിങ് ബാഡ് വിൽ ഹാപ്പൻ. ദ ഡാർക്ക് ക്ലൗഡ്സ് ലുക്ക് ഒമിനസ് സിഗ്നലിംഗ് ഇൻ അപ്രോച്ചിങ് സ്റ്റോം. ആകാശത്തിൽ കണ്ട ആ ഒരു കറുത്ത മേഘങ്ങൾ അത് വലിയൊരു സ്റ്റോം അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ ഒരു മോശം സൂചനയാണെന്നാണ് ആ ഒരു എക്സാമ്പിളിൻ്റെ അർത്ഥം. എട്ടാമത്തെ വാക്ക് നോക്കി ഓഡിയസ്. Extremely unpleasant or repulsive. The odious smell from the garbage made it hard to stay in the room. അതായത് ഗാർബേജിൽ നിന്ന് വന്ന ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു വളരെ മോശമായ ഒരു സ്മെല്ല് അവർക്ക് റൂമിൽ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി എന്നാണ് ആ ഒരു എക്സാമ്പിൾ പറയുന്നത്. ഇനി നമുക്ക് ഒമ്പതാമത്തെ വാക്ക് നോക്കാം. ഒബ്ലിവിയസ്. അൺഅവെയർ ഓർ നോട്ട് കൺസേൺഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്താണ് നടക്കുന്നതെന്ന് അറിയാത്തൊരു അവസ്ഥ. ഒബ്ലിവിയസ്. He was completely oblivious to the traffic jam forming behind. അതായത് അയാളുടെ പുറകിൽ എത്രയും വലിയൊരു ട്രാഫിക് ജാം ഉണ്ടായിട്ടും അയാൾ അറിഞ്ഞില്ല. He was completely oblivious to the traffic jam forming behind him. Completely unaware or not concerned about what is happening. ഇനി പത്താമത്തെ വാക്ക് നോക്കി
പ്രോബിറ്റി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഓണസ്റ്റി, വളരെ ഓണസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നല്ലൊരു മോറൽ പ്രിൻസിപ്പിൾസ് ഉള്ള ആ ഒരു ക്വാളിറ്റിയാണ് പ്രോബിറ്റി എന്ന് പറയുന്നത്. സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഓണസ്റ്റി. ഹിസ് പ്രോബിറ്റി മേഡ് ഹിം എ റെസ്പെക്റ്റഡ് ലീഡർ ഇൻ ദ കമ്മ്യൂണിറ്റി. സോ അടുത്ത വാക്ക് പ്രൊഫൈൻ. പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അപ്രോച്ചിനെയൊക്കെ പ്രൊഫൈൻ എന്ന് വിളിക്കും. എസ്പെഷ്യലി വളരെ സേക്രഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വിശ്വാസപൂർവ്വം കാണുന്ന എന്തെങ്കിലും ഒരു സംഭവത്തെ വളരെ മോശമായിട്ട് പറയുക അല്ലെങ്കിൽ പെരുമാറുക, അതാണ് ഡിസ്റെസ്പെക്റ്റ്ഫുൾ ഓർ ഒഫെൻസീവ് എസ്പെഷ്യലി ടുവേർഡ്സ് സംതിങ് സേക്രഡ്. എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിസ് പ്രൊഫൈൻ കമൻറ്റ്സ് ഷോക്ക് ദി എൻറ്റയർ ഓഡിയൻസ്. 12ാമത്തെ വാക്ക് ടൈറേഡ്. എ ലോങ് ആംഗ്രി സ്പീച്ച്. എക്സാമ്പിൾ നോക്കി. ആഫ്റ്റർ ബീങ് ലേറ്റ് അഗെയിൻ ഹി വാസ് സബ്ജക്റ്റഡ് ടു ഹിസ് ബോസസ് ടൈറേഡ്. വളരെ ദേഷ്യത്തോടുകൂടി ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ സ്കോൾഡ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ടൈറേഡ് എന്ന് പറയുന്നത്. 13ാമത്തെ വാക്ക് നോക്കി. ടെഡിയസ്. ബോറിംഗ് അല്ലെങ്കിൽ മോണോട്ടണസ് ആയിട്ടുള്ള സംഭവത്താണ് ടെഡിയസ് എന്ന് വിളിക്കുന്നത്. ദ മീറ്റിംഗ് ബിക്കെയിം ടെഡിയസ് ആഫ്റ്റർ 2 hours ഓഫ് അൺഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻസ്. അർത്ഥം ക്ലിയർ ആണ്. 14ാമത്തെ വാക്ക് വെർച്വോസോ. എ പേഴ്സൺ ഹൈലി സ്കിൽഡ് ഇൻ എ പർട്ടിക്കുലർ ആർട്ട്, എസ്പെഷ്യലി മ്യൂസിക്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള എസ്പെഷ്യലി ആർട്ട് അല്ലെങ്കിൽ മ്യൂസിക്കിലൊക്കെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ വിളിക്കുന്നതാണ് വെർച്വോസോ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹൈലി സ്കിൽഡ് ഇൻ എ പർട്ടിക്കുലർ ആർട്ട്, എസ്പെഷ്യലി മ്യൂസിക്. എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ യങ് പിയാനിസ്റ്റ് വാസ് എ വെർച്വോസോ ഇംപ്രസിംഗ് ദി ഓഡിയൻസ് വിത്ത് എ ടാലൻറ്റ്. അർത്ഥം ക്ലിയർ ആണ്. 15ാമത്തെ വാക്ക് നോക്കി. വിൻഡിക്കേറ്റ്. ലീഗൽ ടേംസ് ഒക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ടു ക്ലിയർ സമ്മൺ ഓഫ് ബ്ലെയിം ഓർ സസ്പീഷൻ. ടു ക്ലിയർ സമ്മൺ ഓഫ് ബ്ലെയിം ഓർ സസ്പീഷൻസ്. അതായത് അയാളെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിൻഡിക്കേറ്റ് ചെയ്യും എന്നൊക്കെ പറയത്തില്ലേ, അതാണ് അതിൻ്റെ അർത്ഥം. അബ്സോൾ എന്ന് പറയുന്നത് മറ്റൊരു വാക്കാണ്. The new evidence helped vindicate him after months of false accusations. 16ാമത്തെ വാക്ക് നോക്കി. വെറാസിറ്റി. ട്രൂത്ത്ഫുൾനെസ് ഓർ അക്യുറസി. അതായത് ഒരു കാര്യത്തിന് സത്യാവസ്ഥ. ട്രൂത്ത്ഫുൾനെസ് ഓർ അക്യുറസി. ജേർണലിസ്റ്റ് റെപ്യൂട്ടേഷൻ ഫോർ എ വെറാസിറ്റി ഏൺ ഹെർ വൈഡ് സ്പ്രെഡ് ട്രസ്റ്റ്. 17. വിക്കേറിയസ്. എക്സ്പീരിയൻസ് ത്രൂ ആക്ഷൻസ് ഓഫ് ഫീലിംഗ്സ് ഓഫ് അനദർ. എക്സ്പീരിയൻസ് ത്രൂ ദി ആക്ഷൻസ് ഓഫ് ഫീലിംഗ്സ് ഓഫ് അനദർ. എക്സാമ്പിൾ നോക്കിയാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഷീ ലീവ്ഡ് വിക്കറസ്ലി ത്രൂ ദി എക്സൈറ്റിംഗ് സ്റ്റോറീസ് ഓഫ് അവർ അഡ്വഞ്ചറസ് ഫ്രണ്ട്സ്. അതായത് മറ്റുള്ളവർ പറഞ്ഞ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ്, അതാണ് വിക്കേറിയസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. 18ാമത്തെ വാക്ക് ട്രുസുലൻറ്റ്. അഗ്രസീവ്, ഡിഫൈൻഡ് ഓർ റെഡി ടു ഫൈറ്റ്. അതായത് എന്തിനും തയ്യാറായിട്ട് അല്ലെങ്കിൽ ഒരു ഫൈറ്റിന് റെഡിയായിട്ട് അഗ്രസീവായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. അഗ്രസീവായിട്ട് ആരെയും കേൾക്കാതെ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ, അതാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം. ദ ട്രുസുലൻറ്റ് പ്രൊട്ടസ്റ്റർ റെഫ്യൂസ് ടു ബാക്ക് ഡൗൺ ഈവൻ വെൻ സറൗണ്ടഡ് ബൈ പോലീസ്. അതായത് പോലീസ് വന്നിട്ട് പോലും അല്ലെങ്കിൽ പോലീസ് വരട്ടിയിട്ട് പോലും ഒട്ടും പേടിയില്ലാതെ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് അല്ലെ എന്ത് സംഭവിച്ചാലും കുഴപ്പമെന്ന രീതിയിൽ വളരെ ഡിഫൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്, അതാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം. 19ാമത്തെ വാക്ക് ഉബിക്യൂറ്റസ്. പ്രസൻറ്റ് ഓർ ഫൗണ്ട് എവരിവെയർ. എല്ലായിടത്തും കാണുന്ന. എക്സാമ്പിൾ നോക്കും ക്ലിയർ ആവും. സ്മാർട്ട് ഫോൺസ് ഹാവ് ബിക്കം ഉബിക്വിറ്റസ് ഇൻ മോഡേൺ സൊസൈറ്റി. എവിടെ നോക്കിയാലും നമുക്ക് സ്മാർട്ട് ഫോൺസ് കാണാം. സോ സ്മാർട്ട് ഫോൺസ് ഹാവ് ബിക്കം ഉബിക്വിറ്റസ് ഇൻ മോഡേൺ സൊസൈറ്റി. 20ാമത്തെ വാക്ക് ട്രങ്കേറ്റ്. ടു ഷോർട്ടൻ ബൈ കട്ടിംഗ് ഓഫ് എ പാർട്ട്. ട്രങ്കേറ്റ് എന്ന് പറയുന്നത് ടു ഷോർട്ടൻ ബൈ കട്ടിംഗ് ഓഫ് എ പാർട്ട്. ദി എഡിറ്റർ ഡിസൈഡഡ് ടു ട്രങ്കേറ്റ് ദി ആർട്ടിക്കിൾ ടു ഫിറ്റ് ദ സ്പേസ് അവൈലബിൾ ഇൻ ദ മാഗസിൻ. അതായത് ഒരു സംഭവം കട്ട് ചെയ്ത് കുറയ്ക്കുക, ആ ഒരു സ്പേസിൽ ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിൾ ലെങ്ത് കുറച്ചു അല്ലെങ്കിൽ ട്രങ്കേറ്റ് ചെയ്യുന്നൊക്കെ പറയത്തില്ലേ. സോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ടോട്ടൽ 20 വാക്കുകളാണ് ഡിസ്കസ് ചെയ്ത്. ഈ റിവിഷൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 100 വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ടൈം കിട്ടുന്ന പോലെ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. കാര്യം നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയാൽ നമുക്ക് കൂടുതൽ വീഡിയോസ് നമുക്ക് പെട്ടെന്നാണെങ്കിൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളത് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു.